الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. صدق الله العلي العظيم. صلاة الجماعة أفضل من صلاة الفذ ب27 درجة. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രഭാത നിസ്കാരം സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചിരിക്കുകയാണ് നമ്മൾ. നിസ്കാരവും മറ്റു ഇബാദത്തുകളും നമ്മുടെ ദുആകളും എല്ലാം കുറ്റമറ്റ വിധം അല്ലാഹു സ്വീകരിച്ച് പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ ചെറുതായിട്ടുള്ള ശ്രദ്ധ കുറവുകൾ തന്നെ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് വരുത്തുന്ന അനുഭവം ധാരാളം നമുക്കുണ്ട്. ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ പേരിൽ പല നഷ്ടങ്ങളും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലുള്ളത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു. പരലോക ജീവിതത്തിലേക്കുള്ള ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അത്രയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതിൽ നിന്നൊരു മാറ്റം ആർക്കൊക്കെ ഉണ്ടാകുന്നുവോ അവർക്കാണ് കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിക്കുക. അത്രയൊന്നും അധ്വാനിക്കാതെ പ്രയാസപ്പെടാതെ വലിയ ലാഭം കൈവരിക്കാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ സതുപദേശിക്കുന്നത്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ വഴിയാണ് അത് നമ്മൾ ധൈര്യപ്പെടുത്തുന്നത്. ഒരു കച്ചവടക്കാരൻ, ഒരു കർഷകൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരാൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട്, പ്രയാസം, അധ്വാനം, ഉറക്കൊഴിയുന്നു, ക്ഷീണം വകവെക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു കച്ചവടക്കാരൻ രാവിലെ മുതൽ നേരം വെളുക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. രാത്രി വളരെ വൈകിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതുവരെ അവൻ്റെ അധ്വാനം തന്നെ. എന്നിട്ട് അദ്ദേഹം പറയും, ഒരു 300 രൂപ ഒരു ദിവസം ലാഭമായി മിച്ചം വെക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ. ഒരു ദിവസം 300 കിട്ടുന്നതിന് പകരം ഒരു 400-500 രൂപ ഒരു ദിവസത്തെ ലാഭം എനിക്ക് കിട്ടിയാൽ അവൻ്റെ മനസ്സിലെ സന്തോഷം എന്താണ്? ആ സന്തോഷം മുഖത്ത് എത്രയാണ് പ്രകടമാകുന്നത്? അവൻ ഈ 400 രൂപ ലാഭം കിട്ടിയതിൻ്റെ പേരിൽ അതിനുവേണ്ടി അവൻ അധ്വാനിച്ച അധ്വാനങ്ങൾ എല്ലാം അവൻ മറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അധ്വാനമായിട്ട് തോന്നണില്ല. കാരണം ഈ ഒരു ലാഭത്തിൻ്റെ പേരിൽ ഇത് ദുനിയാവിൻ്റെ ചെറിയ ഒരു ലാഭമാണ്. അതിനെത്രയാണ് അധ്വാനിച്ചത്? പക്ഷെ ഈ ചെറിയ ലാഭത്തിൻ്റെ പിന്നെ മുന്നിൽ അവൻ്റെ അധ്വാനത്തെയൊക്കെ അവൻ മറന്നുപോകുന്നു. ഇതാണ് ദുനിയാവിൻ്റെ ഒരു അവസ്ഥ. ഒരു കച്ചവടക്കാരൻ, ഒരു കർഷകൻ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി അടക്കമുള്ള എല്ലാവരെയും പരിശോധിച്ചു. ഒരു 200 രൂപ പോലും ഒരു ദിവസം കിട്ടാത്ത ആളുകൾ എത്ര കഷ്ടപ്പാടാണ്, അവരെത്രയാ പ്രയാസം പറയുന്നത്. ആ കച്ചവട ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് നമ്മൾ പറയും. പ്രാർത്ഥന നടത്തിക്കുന്ന ഒരു ഭാഗത്ത്, ശ്രദ്ധയോടുകൂടി നീങ്ങുന്ന വേറൊരു ഭാഗത്ത്, ഇങ്ങനെ ഒരുപാട് രൂപത്തിൽ കാണുക. എന്നാൽ അത്രയൊന്നും അധ്വാനിക്കാതെ ചെറിയ ഒരു ഓർമ്മ, ഒരു ശക്തി, ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്താൽ വലിയ പുണ്യം കിട്ടുന്ന, ഒരു പ്രതിഫലം കിട്ടുന്ന, എന്ന് പറഞ്ഞാൽ വലിയ ലാഭം ആഖിറത്തിലേക്ക് കിട്ടുന്ന കർമ്മമാണ്, കാര്യമാണ് ഏത്? ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അതിനത്ര അധ്വാനമൊന്നുമില്ല. എന്തായാലും നിസ്കരിക്കണ്ടേ? പക്ഷെ ആ നിസ്കരിക്കുന്നത് ഇപ്പൊ ജമാഅത്തിന്റെ സമയമാണല്ലോ, ഞാൻ ജമാഅത്തിന് പോകട്ടെ എന്നൊരു ചെറിയ ഒരു പുഷ് അവന്റെ മനസ്സിലേക്ക് ഒരു തള്ളു കൊടുത്താൽ, ഒരു പുള്ളി, ഒരു തള്ളു, ഒരു മനസ്സിനെ ഒന്ന് ശ്രദ്ധിപ്പിച്ചാൽ മതി എന്നാ എനിക്ക് ആ ജമാഅത്ത് വേണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ്ദി. ഒറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, അത് നിസ്കാരം തന്നെയാണ്. പക്ഷെ ആ നിസ്കാരത്തെക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് ശ്രേഷ്ഠതയാണ്. 27 ദറജ, 27 ഇരട്ടി
ശ്രേഷ്ഠത കൂടുതലാണ്. 1ഉം 2ഉം അല്ല, 10ഉം അല്ല, 20ഉം അല്ല, 27 ഇരട്ടി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയണം, ഫമൻ തസാഹല ബിഹാദ റിബ്ഹി ദീനിയിൽ ഉഖ്റവി അല്ലദീ ലാ തഅബ ഫീ തഹ്സീലിഹി വലാ മശഖത ഫീ നൈലിഹി ഫഖദ് അഅളമത് അൻ മസാലിഹി ദീൻ ഗഫ്ലതുഹു വഖല്ലത് ഫിൽ ആഖിറത്തി റഗ്ബതുഹു. ദീനിയായ പാരിത്രികപരമായിട്ടുള്ള ഈ വലിയ ലാഭത്തെക്കുറിച്ച് ഒരാൾ ശ്രദ്ധിക്കാതെ പോകുന്നുവെങ്കിൽ, ഏതാണ് ആ ലാഭം? ലാ തഅബ ഫീ തഹ്സീലിഹി, അത് നേടിക്കിട്ടാൻ കഠിനാധ്വാനമില്ല. വലാ മശഖത ഫീ നൈലിഹി, അത് സാധിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടേണ്ടതുമില്ല. അങ്ങനെ ആയിട്ട് പോലും ഈ ഒരു പാരിത്രികമായിട്ടുള്ള ലാഭത്തെ അശ്രദ്ധമായിട്ട് ഒരാൾ കാണുന്നുവെങ്കിൽ ഫഖദ് അഅളമത് അൻ മസാലിഹി ദീനി, ദീനിന്റെ മൊത്തം നന്മകളെ കുറിച്ചും അവന്റെ അശ്രദ്ധ വലുതാണ്. വഖല്ലത് ഫിൽ ആഖിറത്തി റഗ്ബതുഹു, പരലോക വിജയത്തിലുള്ള അവന്റെ പ്രതീക്ഷ, അവന്റെ ആഗ്രഹം അത് നന്നെ കുറവാണ്. ലാ സിയ്യമാ വഹുവ യഅലമു മിൻ നഫ്സിഹി, അതേ സമയത്ത് അവന്റെ അനുഭവം അവർക്ക് ഓർമ്മയുണ്ടല്ലോ. കസറത്തമായ തഹമ്മലുഹു മിന തഅബി വയുഖാസി മിനൽ മശാഖി ഫി തലബി റിബ്ഹി ദുനിയൽ യസീരിൽ ഹദീർ, ദുനിയാവിന്റെ ചെറിയ ലാഭത്തിനു വേണ്ടി അവൻ അധ്വാനിക്കുന്ന അധ്വാനം, അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അതൊക്കെ ഓനിക്കെന്നെ അറിയാം. ഒരു നിസ്സാരമായ എന്തെങ്കിലും ദുനിയാവെന്ന് കിട്ടിയാൽ തന്നെ വല്ലാതെ അധ്വാനിച്ചിട്ട് ചെറിയ ഒരു കാര്യം ദുനിയാവിൽ കിട്ടിയാൽ തന്നെ അവന്റെ ആ വലിയ അധ്വാനത്വവും മറന്നു പോകുന്നു. ഈ ചെറിയ നശ്വരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന ഈ ഒരു ചെറിയ ലാഭം കിട്ടിയതിന്റെ പേരിൽ ആ ലാഭത്തെ അവൻ എണ്ണുന്നത് വലിയ ലാഭമായിട്ടും വലിയൊരു ഗനീമത്ത് പോലെയാണ് കണക്കാക്കുന്നത്. അതേ സമയത്ത് ജമാഅത്ത് എന്ന് പറയുന്ന വലിയ പ്രതിഫലമുള്ള കാര്യത്തെ അത്ര കൂടുതൽ മൈൻഡാക്കണില്ല, കെയർ ചെയ്യുന്നില്ല. ഇത് വല്ലാത്തൊരു അശ്രദ്ധയാണ് എന്ന് മഹാനവറുകൾ പറയാണ്. വഖാല ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന അറിയപ്പെട്ട സഹാബി, പരിശുദ്ധ ഖുർആനിന്റെ എഴുത്തുകാരിൽപ്പെട്ടവരും അതിന്റെ ഖുർആൻ പാരായകരിൽപ്പെട്ട വലിയ വ്യക്തിത്വം, അദ്ദേഹം പറയണില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ജമാഅത്ത് നിസ്കാരത്തിന് വരാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരാള് അത് ആരേ ഉണ്ടാവുള്ളൂ? ഇല്ല, മുനാഫിഖുൻ, കപടവിശ്വാസികളെ ജമാഅത്തിന് വരാതെ പിന്നെ അവിടെ അടിക്കുള്ളൂ. ഏത് കപടവിശ്വാസികൾ? മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളിലാരെയും കൊണ്ടെടുക്കണതല്ല, പുറത്തന്നെ അയാളെ പറ്റി അറിയാം, അയാളൊരു വിശ്വാസം ശരിയില്ലാത്ത ഒരാളാണ്, ആളെ പോലീസാക്കാൻ വേണ്ടി ചെയ്യുന്ന ആളാണ്, കപടവിശ്വാസിയാണ് എന്ന് അറിയപ്പെട്ടവരല്ലാതെ ജമാഅത്തിന് വരാതെ പിന്താറില്ല. അതുകൊണ്ട് എല്ലാവരും ജമാഅത്തായിട്ട് നിസ്കരിക്കുമായിരുന്നുള്ളൂ. അതാണ് തിരുനബിയുടെയും സ്വഹാബത്തിന്റെയും ജീവിതം. നിസ്കാരം ജമാഅത്തായിട്ട് നടക്കുന്ന പള്ളിയിൽ എപ്പോഴാണ് ആ ജമാഅത്തിന് എല്ലാവരും എത്തിയിരുന്നു. ആ ജമാഅത്തിന്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ പള്ളിയില്ല. ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിസ്കാരത്തിന് വേണ്ടി മാത്രം പള്ളി തുറക്കുന്നു, നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ പള്ളി ഫുള്ളായിട്ട് അടക്കുന്ന പുറത്തെ പള്ളി എന്നൊക്കെ പള്ളി. എന്താ കാരണം? അവിടെ ആ ജമാഅത്തിനെത്തി നിസ്കരിക്കാന്നല്ലാതെ പിന്നെ ഒരിക്കലും ഇങ്ങനെ വന്ന് നിസ്കരിച്ചു പോണ ഒരു ഏർപ്പാടല്ല. എന്ന് മാത്രമല്ല, ചില മദ്ഹബുകളിൽ ജമാഅത്തായിട്ടല്ലാതെ നിസ്കാരം തന്നെ ശരിയല്ല എന്നുള്ള രൂപത്തിൽ വരെയുണ്ട്. എന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അവിടെ പിന്നെ നിസ്കാരം ഖളാ വീട്ടുക, ഒറ്റക്ക് നിസ്കരിക്കുക എന്നുള്ള സംസ്കാരം തന്നെയല്ല. അതുകൊണ്ടാണ് ചില ആളുകൾ വാദിച്ചത് നിസ്കാരം ഖളാ എന്ന് പറഞ്ഞില്ല, നേരത്തെ നിസ്കരിച്ചോളാന്നല്ലാതെ ഖളാ വീട്ടുക എന്നുള്ള പരിപാടിയെ ഇല്ല എന്ന് വരെ ചിലർ വാദിച്ചു. ആ വാദത്തിന്റെ പിന്നിലുള്ള എന്താ? ചരിത്രം പരിശോധിച്ചാൽ നിസ്കാരം ജമാഅത്തായിട്ട് നടത്തിയിട്ടുള്ളൂ, അല്ലാതെ നിസ്കരിച്ച് കാണുന്നില്ല, ഒറ്റക്കും തെറ്റക്കും ഇങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് കാണുന്നില്ല, ഖളാ കൂട്ടുന്നതും കാണുന്നില്ല. അപ്പൊ ടൈമിന് കൃത്യം നിസ്കരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ സംസ്കാരം. അപ്പൊ അതേ സമയത്ത് ചില കാരണങ്ങൾ ഉണ്ടാകാം, തക്കതായ കാരണങ്ങൾ, ജമാഅത്തിന് വരാൻ കഴിയാതെ അങ്ങനത്തെ ആളുകൾ അവർ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മാർഗം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന കണ്ണ് കാണാത്തൊരു സ്വഹാബി ഉണ്ടായിരുന്നു, വലിയ മഹാനാണ്. സുബഹി ബാങ്കിന് തിരുദൂതരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ വന്നിട്ട് തിരുദൂതരോട് വന്നിട്ട് കുറെ പരാതികൾ പറഞ്ഞു, കുറെ പ്രയാസങ്ങൾ. എന്താ പ്രയാസം? കണ്ണ് കാണാത്തത് കൊണ്ട്
കുറെ ദൂരെ നിന്ന് വരണം, ഇങ്ങോട്ടേക്ക് പള്ളിയിൽ എത്തിക്കാൻ, എന്നെ നയിക്കാൻ, എനിക്ക് തോളിൽ പിടിക്കാൻ ഒരാൾ എന്നുള്ള നിലക്ക് ആളില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വരണം. വരുന്ന വഴിയിലാകട്ടെ കിണറുകളുണ്ട്, കുഴികളുണ്ട്, കുണ്ടുകളുണ്ട്, വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ വരുന്ന വഴിക്ക് ഇഴജന്തുക്കളും വിഷജന്തുക്കളും ഒക്കെ ഉണ്ട്, അതിൻ്റെ കടിയേറ്റിട്ട് അപകടം അങ്ങനെ ഉണ്ടാവും. അതുപോലെ വീട് വളരെ വിദൂരത്താണ്, നബിയെ ഞാൻ വരെ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ആരും പറയുമല്ലോ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തിരിച്ചു പോകാണ് വലിയ സന്തോഷത്തിൽ. പള്ളിയിലേക്ക് ഇത്ര പ്രയാസപ്പെട്ട് വരണ്ടല്ലോ, ജമാഅത്തിന് വരണ്ടല്ലോ, വീട്ടിൽ നിസ്കരിച്ചാൽ മതിയല്ലോ. അങ്ങനെ തിരിച്ചു പോകുന്ന അബ്ദുല്ലാഹി തങ്ങളെ തിരുനബി വീണ്ടും തിരിച്ചു വിളിക്കുകയാണ്. അബ്ദുള്ള അങ്ങോട്ട് വരിക വിളിച്ചിട്ട് അടുത്തെത്തിയതിനു ശേഷം ചോദിച്ച്, ഹൽ തസ്മഉ ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ്, നീ ബാങ്കിന്റെ ഹയ്യ അലൽ സ്വലയും ഹയ്യ അലൽ ഫലയും നീ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിസ്കരിക്കാൻ വരുമോ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ഈ ബാങ്കിന്റെ വിളിയാളം നീ കേൾക്കാറുണ്ടോ? ഫഖാല, ആ സമയത്ത് അബ്ദുള്ള പറഞ്ഞു, ഞാൻ കേൾക്കാറുണ്ട്, ബാങ്ക് കേൾക്കലുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഹലും മഹല, വന്നോളണം, ജമാഅത്തിന് വന്നോളണം. അപ്പൊ കണ്ണ് കാണാത്ത ഒരാൾ, കൈപിടിക്കാൻ ആളില്ല, കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയാണ്, ഇഴജന്തുക്കളും വിഷജന്തുക്കളും ഉള്ള വഴിയാണ്, എന്നിട്ടൊന്നും ഒരു എക്സ്ക്യൂസ് അള്ളാഹുവിന്റെ തിരുവനന്തപുരം കൊടുത്തിട്ടില്ല. എന്നാൽ അത്രയും കട്ടായമാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യങ്ങൾ. മിനിഞ്ഞാന്നെങ്ങാൻ ഒരാൾ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് കിട്ടുന്നു. അതിൽ കാണുന്നത് ഒരു 100-125 വയസ്സ് ഉള്ള ഒരു വയോവൃദ്ധൻ, വയസ്സായിട്ട് അദ്ദേഹത്തിന്റെ നടു വളഞ്ഞ് കൂനനായിട്ട്, അങ്ങനെ അദ്ദേഹം ഈ വളഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ കണ്ണു കാണും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള അത്രയും ദീർഘദൂരത്തേക്ക് വേലിയിലൂടെ ഒരു നൂൽക്കമ്പി കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് കമ്പി, ഒരു കൈ കൊണ്ട് കമ്പി ഇങ്ങനെ പിടിച്ച് വേറൊരു കൈ കൊണ്ട് ഈ വളഞ്ഞു നിൽക്കണ ഈ മനുഷ്യൻ വടിയും കുത്തി പിടിച്ചിട്ട് പടപടാന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വരുന്നൊരു രംഗം. അപ്പോ ഈ നിയമങ്ങളൊക്കെ കർശനമായി പാലിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. അത്രയും വയസ്സായിട്ട് ഇതിങ്ങനെ തപ്പിത്തടഞ്ഞു പിടിച്ചിട്ട് ജമാഅത്തിന് വരുന്നൊരു രീതി വല്ലാത്തൊരു രംഗമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന മുനാഫിഖുകളുടെ സ്വഭാവം വിശദീകരിച്ച് സൂറത്തുൻ നിസായിലെ 142, ഇന്നൽ മുനാഫിഖീന യുഖാദിഉനല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ ഖുസാലാ. കപടവിശ്വാസികളാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ പിന്നാക്കം പോകുന്നവരും അതിനെ നിസ്സാരമായി കാണുന്നവരും. യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. പിന്നെ ചെയ്യണത് തന്നെ ഒരു എന്താ പറയാ, നാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമേ ആകുന്നുള്ളൂ, ആത്മാർത്ഥമല്ല എന്ന് കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ നമ്മൾ ചെറിയ ഒരു ശ്രദ്ധ കൊടുത്താൽ മതി, വലിയ ലാഭമാണ് അതുകൊണ്ട് കിട്ടുന്നത്. ഇനി വീട്ടിൽ വെച്ച് നിസ്കരിക്കേണ്ട ചില ഘട്ടങ്ങൾ വരും, അപ്പോഴും നമ്മൾ ജമാഅത്ത് നഷ്ടപ്പെടാതെ തന്നെ നിസ്കരിക്കാൻ കഴിയും. ഭാര്യയെ കൂട്ടിയിട്ട് ജമാഅത്ത് നടത്തുക, പെൺമക്കളാണെങ്കിൽ ആ മക്കളെ കൂട്ടിയിട്ട് ജമാഅത്ത് നടത്തുക, ആൺമക്കളുണ്ടെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് ജമാഅത്ത് നടത്തുക, പേരമക്കളുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് ജമാഅത്ത് നടത്തുക. അങ്ങനെ നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ടിയിട്ട് ജമാഅത്തായി തന്നെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു രീതി, അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ പ്രയോജനവും പ്രതിഫലവും ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ നല്ല വാർത്തകളും ഉണ്ടാകും. അതാണ് നമുക്ക് തരുന്ന പാഠം. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ ഉപദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ആ മഹാനവറുകളെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഉപദേശങ്ങളൊക്കെ കേട്ട് നന്നാകാനും അല്ലാഹു നമുക്ക് വിധിയാക്കട്ടെ. എല്ലാവർക്കും എല്ലാ തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.